ഗൈസ് വെൽക്കം ടു ഇമ്പിൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റിടസി ഏജന്റ് മ്യൂക്കലൈറ്റിക്സും ആണ്. സോ ബേസിക്കലി ആൻറ്റിടസി ഏജന്റും മ്യൂക്കലൈറ്റിക്കും ഒക്കെ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. സോ ബേസിക്കലി എങ്ങനെയാണ് ചുമ ഉണ്ടാകുക? നിങ്ങൾ ഡയറക്റ്റ്ലി ചുമയ്ക്കുകയല്ല ചെയ്യുക, അതിന് പിന്നിൽ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ എയർവേൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എയർവേൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കൺജഷൻ വന്നു അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സെൻസറി റിസപ്റ്റേഴ്സിനെ ആദ്യം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള നെർവ് ഫൈബറുകൾ ഈ ഒരു സ്റ്റിമുലേഷൻ അല്ലേ അതിനെ നേരെ മെഡുല്ല ഒബ്ലാങ്കറ്റിൽ കൊണ്ടുപോകും. മെഡുല്ല ഒബ്ലാങ്കറ്റിൽ കഫ് സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യം പറയുന്നു, ഇങ്ങനെ സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ ഒരു സിഗ്നൽ ഇവിടെ നേരെ കൊടുക്കും, ലങ്സിലേക്ക് കൊടുക്കുന്നു. ലങ്സിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ മസിൽസുകളെല്ലാം കൂടെ കൺട്രാക്റ്റ് ആയിട്ട് അവിടെയുള്ള എയറിനെ ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് കളയുവാണ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചുമ എന്ന് പറയുന്ന രീതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അറിയാലോ, CT സൈഡിലേക്ക് പോകുന്നു, മെഡുല്ല ഒബ്ലാങ്കറ്റിൽ അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടുന്നു, അവിടുത്തെ എയർ പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ചുമയുണ്ടാവുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിടസി ഏജന്റ് പറയാം. ഒപ്യോയിഡ് ആൻറ്റിടസീവും ഉണ്ട്, നോൺ ഒപ്യോയിഡും ഉണ്ട്. സോ ബേസിക്കലി ഒപ്യോയിഡ് ആൻറ്റിടസീവ് എന്ന് പറയുന്നത് ഒപ്യോയിഡ് റിസപ്റ്ററിനെയാണ് ആക്ട് ചെയ്യുക. നോൺ ഒപ്യോയിഡ് ആണെങ്കിൽ ഒപ്യോയിഡ് റിസപ്റ്റർ അല്ലാതെ ബാക്കി ഏതൊക്കെ മെക്കാനിസം ഉണ്ടോ അതിനെയായിരിക്കും ആക്ട് ചെയ്യുക. ആൻറ്റി ഹിസ്റ്റമിനിക് വെച്ചാൽ സെഡേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചുമ കുറയ്ക്കുന്ന രീതിയാണ് ആൻറ്റി ഹിസ്റ്റമിനിക് ആൻറ്റിടസീവ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയൊക്കെ കൊടുക്കുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ഒരുപാട് പേര് ചുമയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് രാത്രിയൊക്കെ കൊടുക്കുന്നതിൽ ഒരുപാട് ഉപയോഗം കാണാറുണ്ട്. സോ ഒപ്യോയിഡ് ആൻറ്റിടസീവിലെ കൊഡീൻ, ഈഥൈൽ മൊർഫിൻ, ഫെൽ കൊഡീൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ നോൺ ഒപ്യോയിഡ് ആണെങ്കിൽ നൊസ്കാപ്പിൻ, ഡെക്സ്ട്രോമെത്തോഫ്രെൻ ഒക്കെയാണ് എക്സാമ്പിൾ. ആൻറ്റി ഹിസ്റ്റമിനെങ്കിൽ ക്ലോർഫെൻഡ്രാമൈൻ, ഡൈഫെൻ ഹൈഡ്രാമൈൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ ഫാർമക്കോളജി ഓഫ് കീ ആൻറ്റിടസി ഏജൻസ് നോക്കാം. ബേസിക്കലി ആൻറ്റിടസി ഏജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കഫ് റിഫ്ലക്സിനെ കുറയ്ക്കുക അല്ലെങ്കിൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറിലി ഇപ്പോൾ കൊഡീൻ പോലെ ഡ്രഗ് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊഡീനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രലി ആക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ നമ്മൾ ഈ കൊഡീൻ ആണെങ്കിൽ നമ്മുടെ ലിവറിൽ പോയിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ട് മോർഫിനായിട്ട് മാറും. കൊഡീൻ മോർഫിനായിട്ട് മാറുന്നു. അങ്ങനെ ഈ മോർഫിനാണ് നമുക്ക് ചുമ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും അത് മാത്രമല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡെക്സ്ട്രോമെത്തോഫ്രെൻ ആണ്. സോ ബേസിക്കലി ഇതൊരു നോൺ ഒപ്യോയിഡ് ആൻറ്റിടസീവ് ആണ്. NMD ആൻറ്റഗോണിസ്റ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കുറച്ച് സൈഡ് എഫക്റ്റ് കൊഡീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. എന്നാൽ തന്നെയും ഹയർ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ ഡിസോസിയേറ്റീവ് എഫക്റ്റ് കാണിക്കാറുണ്ട്. അതായത് ഈ മോളിക്യൂൾസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ്, അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ഡൈഫെൻ ഹൈഡ്രമിൻ ആണ്. ഇത് ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉള്ളതാണ്. സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് രാത്രിയുള്ള ചുമയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ബെൻസോനേറ്റ് ആണ്. ഇത് പെരിഫറലി ആക്ടിങ് ആൻറ്റിടസീവ് ആണ്. നമ്മുടെ അവിടെയുള്ള ലങ്സിലുള്ള അനസ്തെറ്റിസിങ് സ്ട്രെച്ചിങ് റിസപ്റ്റേഴ്സിനെ പോയിട്ട് അവിടെ ലങ്സിലും പ്ലൂറയിലും ഉള്ളതിനെ പോയിട്ട് ബൈൻഡ് ചെയ്ത് കഫ് റിഫ്ലക്സ് സെൻസിറ്റിവിറ്റി കുറയ്ക്കുവാണ് ചെയ്യേണ്ടാവുക കേട്ടോ. അപ്പം ഇത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫ് സംഭവമൊന്നുമല്ല, ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആ ഒരു കഫിൻ്റെ എങ്ങനെ ഉണ്ടാകുന്നൊരു ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചാൽ ബാക്കി നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. പിന്നെ ഒപ്യോയിഡ് ആണോ നോൺ ഒപ്യോയിഡ് ആണോ അല്ലെങ്കിൽ ബേസിക്കലി സെഡേറ്റീവ് ആണോ അല്ലെങ്കിൽ ആൻറ്റി ഹിസ്റ്റമിനിക് ആൻറ്റിടസീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബേസിക് മെക്കാനിസം അറിയാം, അത് വെച്ച് അങ്ങ് എഴുതുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. സോ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ബേസിക്കലി ചുമയ്ക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെ നിങ്ങൾ വായിച്ചാൽ മാത്രം മതി, അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമല്ല. സോ നെക്സ്റ്റ് വൺ ഈസ് മ്യൂക്കോലൈറ്റിക് ആണ്. അതായത് മ്യൂക്കോലൈറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ടാണ് സെക്രീഷൻ, അതായത് ഇപ്പോൾ ഇൻക്ലൂഡിങ് മ്യൂക്കസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സെക്രീഷൻ അതിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ വിസ്കോസിറ്റി കുറയ്ക്കുമ്പം നമുക്ക് ക്ലിയർ ആവുകയും അങ്ങനെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുകയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂക്കസിൻ്റെ എത്രത്തോളം കട്ടിയുണ്ടെന്നല്ലേ. ചിലർക്ക് ഭയങ്കര കട്ടിയായിരിക്കും, അപ്പോൾ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കാണിക്കും, അങ്ങനെ COPD ഒക്കെ കാണിക്കും, ബ്രോങ്കൈറ്റിസ് ഒക്കെ കാണിക്കും കേട്ടോ. സോ ബേസിക്കലി എങ്ങനെയാണ് നടക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂക്കസ് സെക്രീറ്റ് ആവുക, മ്യൂക്കസ് ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയും. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ മ്യൂക്കസ് ഒരുപാട് നമ്മുടെ എയർവേയിലേക്ക് വരുന്നു. സോ മ്യൂക്കസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മ്യൂക്കോലൈറ്റിക്ക് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. മ്യൂക്കോലൈറ്റ് ബേസിക്കലി ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഹലേഷൻ ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂക്കോലൈറ്റിക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ മ്യൂക്കസിനെ ബ്രേക്ക് ചെയ്ത് മ്യൂക്കസ് ഗ്ലൈക്കോപ്രോട്ടീനെ ബ്രേക്ക് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, വിസ്കോസിറ്റി കുറച്ചുകൊണ്ട് ഫ്ലോ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ശ്വസിക്കാൻ പറ്റുകയും അങ്ങനെ ഫുൾ അവിടെ ക്ലിയർ ആവുകയും നമ്മൾ റെസ്പിറേറ്ററി ആ ഒരു ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നു. ബേസിക്കലി മ്യൂക്കസ് കൂടുന്നു, മ്യൂക്കലൈറ്റി കൊടുക്കുന്നു, അവിടെ മ്യൂക്കസ് ബ്രേക്ക് ഡൗൺ ആയി മ്യൂക്കസ് ഗ്ലൈക്കോപ്രോട്ടീനായിട്ട് മാറുന്നു. ഇത് മാത്രം ആലോചിച്ചാൽ മതി. സോ ബേസിക്കലി ക്ലാസിഫിക്കേഷൻ പറയാം. സോ ബ്രോമോഹെക്സിൻസ് ഉണ്ട്. സോ ബ്രോമോഹെക്സിൻ, അംബ്രോക്സോൾ, അസിറ്റൈൽസിസ്റ്റൈൻ
ആണ്, നിങ്ങളിത് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാണ്ടാവും. സോ ബ്രോമോ ഹെക്സി എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് സർഫാക്ടൻ പ്രൊഡക്ഷൻ ആൻഡ് ലൈസോമൽ എൻസൈം സെക്രീഷൻ. സോ ബേസിക്കലി സർഫാക്ടൻ പ്രൊഡക്ഷനും ലൈസോമൽ എൻസൈം സെക്രീഷനും സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺ നടക്കുകയാണ് ചെയ്യുക. അംബ്രോക്സിലാണെങ്കിൽ സർഫാക്ടൻ പ്രൊഡക്ഷൻ ആൻഡ് മ്യൂക്കോസിലറി ക്ലിയറൻസ് ആണ്. സോ അവിടെ ക്ലിയറൻസ് നടക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. അസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ ബ്രേക്ക് ഡൈസൾഫേറ്റ് ബോണ്ട് ഇൻ മ്യൂക്കോ പ്രോട്ടീൻ. സോ മ്യൂക്കോ പ്രോട്ടീനുള്ള ഡൈസൾഫേറ്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മ്യൂക്കോലൈറ്റിക് ബ്രേക്ക് ഡൗൺ മ്യൂക്കസ് ഗ്ലൈക്കോപ്രോട്ടീൻ കണ്ടോ, അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കിയാൽ മതിയായിരിക്കും. സോ ബേസിക്കലി ബ്രോമോ ഹെക്സിനും എംബ്രോക്സിലും ഒക്കെ ഒരുപാട് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. എല്ലാം ലൈസോമൽ എൻസൈം സെക്രീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന സാധനമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എളുപ്പം ഒരു ചാപ്റ്ററാണ്, അധികം ടൈം എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സോ നല്ലൊരു റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക. നെക്സ്റ്റ് കാണാം. താങ്ക് യു.